അടുത്തതാണ് എഗ്ഗ്. നമ്മളൊരു 1/2 kg കേക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2 എഗ്ഗ് മതിയാവും. 2 എഗ്ഗ് വെച്ചിട്ടാണ് നമ്മൾ 1/2 kg കേക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ 1 kg ചെയ്യുമ്പോൾ അതിൻ്റെ ഡബിൾ മെഷർമെൻ്റായിട്ട് നമുക്ക് എടുക്കാം. 1 kg ചെയ്യുമ്പോൾ 4 എഗ്ഗ് വെച്ച് ചെയ്യുക. അതുപോലെ 1.5 kg ചെയ്യുമ്പോൾ 6 എഗ്ഗ്. അങ്ങനെ നമ്മൾ മെഷർ ചെയ്തെടുക്കുക. 2 എഗ്ഗ് വെച്ച് മെഷർ ചെയ്തെടുക്കുക. 1/2 kgക്ക് 2, 1 kgക്ക് 4, അതുപോലെ 1.5 kgക്ക് 6, 2 kgക്ക് 8. അങ്ങനെയാണ് നമ്മുടെ എഗ്ഗിൻ്റെ ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റും മോയ്സ്ചറും ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബട്ടർ, അതല്ലെങ്കിൽ ഓയിൽ. ബട്ടർ യൂസ് ചെയ്യുന്നവർക്ക് ബട്ടർ യൂസ് ചെയ്യാം, കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും നമ്മുടെ സ്പഞ്ച്. അതല്ലാത്തവർക്ക് ഇതുപോലെ നമ്മുടെ വെളിച്ചെണ്ണ എന്ന് നിങ്ങൾ യൂസ് ചെയ്യരുത്. ഇതുപോലെ റിഫൈൻഡ് ഓയിൽ നമ്മൾ മേടിക്കുക. സൺഫ്ലവർ, ഗോൾഡ് വിന്നർ, അതുപോലെ നമ്മുടെ മാർക്കറ്റിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് റിഫൈൻഡ് ഓയിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ഇതാണ് ബേക്കിംഗ് പൗഡർ എന്ന് പറയുന്നത്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും രണ്ടും രണ്ടാണ് കേട്ടോ. നമ്മുടെ നോർമലി നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന അപ്പക്കാരം എന്നൊക്കെ പറയുന്ന സാധനമാണ് നമ്മുടെ ബേക്കിംഗ് സോഡ. ഇത് ബേക്കിംഗ് പൗഡർ. നമ്മുടെ കേക്കിൻ്റെ നമ്മുടെ സ്പഞ്ച് നല്ല രീതിയിൽ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യുന്നത്. ബേക്കിംഗ് സോഡ നമ്മുടെ കേക്കിന് ഹൈറ്റ് കിട്ടാൻ, നമ്മുടെ കേക്ക് നല്ല ഹൈറ്റ് കിട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും തമ്മിൽ റിയാക്ഷൻ നടക്കുമ്പോഴാണ് നമ്മുടെ കേക്ക് ഹൈറ്റും അതുപോലെ സോഫ്റ്റും ആയിട്ട് മാറുന്നത്. ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ രണ്ടും നിങ്ങൾക്ക് മാറിപ്പോവരുത്. ലേബൽ ചെയ്തിട്ട് തന്നെ വെക്കുക. നിങ്ങളൊരു ബോട്ടിൽ നല്ല രീതിയിലൊരു എയർ ടൈറ്റ് ആയിട്ടൊരു ബോട്ടിലാണ് നിങ്ങൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ വാനില എസൻസ് നമുക്ക് ഒരു കേക്ക് ചെയ്യാനായിട്ട് മസ്റ്റാണ്. നമ്മുടെ എഗ്ഗിൻ്റെ സ്മെല്ല് ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് വാനില എസൻസ് നമുക്ക് വേണം. വാനില എസൻസൊക്കെ നമ്മൾ മെഷർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. 1/2 kg കേക്കിനൊക്കെ നമ്മൾ 1/2 ടീസ്പൂൺ, 1 kg കേക്കിന് 1 ടീസ്പൂൺ, അങ്ങനെയൊക്കെയാണ് നമ്മൾ കേക്കിൻ്റെ വാനില എസൻസ് കേക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതാണ് നമ്മൾ കേക്കിലൊക്കെ യൂസ് ചെയ്യുന്ന കളറ്. പല കളേഴ്സ് ഉണ്ട് കേട്ടോ. പല കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ച് കളേഴ്സ് എന്ന് പറയുന്നത് റെഡ്. നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടത് റെഡ് കളറ്, അതുപോലെ യെല്ലോ, ഗ്രീൻ, അതുപോലെ ബ്ലൂ, അതുപോലെ പിങ്ക്. അതൊക്കെ അത്യാവശ്യമായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ട കളേഴ്സാണ്. നമുക്ക് ഒന്ന് നമ്മുടെ കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കുറച്ച് ഭംഗിയായിട്ടൊക്കെ നമ്മൾ ഫ്ലവറൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് കളേഴ്സ്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഐസ് ബ്ലൂവിൻ്റെ, മാജിക് കളേഴ്സിൻ്റെ ഒക്കെ ഐസ് ബ്ലൂ ആണ്. നല്ല കളേഴ്സൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഒരുപാട് ഷെയ്ഡ്സിലുള്ള കളേഴ്സൊക്കെ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ ഇതാണ് കേക്കിൻ്റെ ചോക്ലേറ്റ്. കേക്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ്. ഇത് ഒരു ബാറ് ഒരു 240ഓളം, 1/2 kg 240ഓളം നമുക്ക് വരുന്നുണ്ട്, റേറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ഡാർക്ക് കോമ്പൗണ്ടും ഉണ്ട്, വൈറ്റ് കോമ്പൗണ്ടും ഉണ്ട്. ഇപ്പം നമ്മുടെ ഫ്രീ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് വാനില കേക്കാണ്. അപ്പോൾ വാനില കേക്കിന് അല്ലെങ്കിൽ വൈറ്റ് ഫോറസ്റ്റ് കേക്കിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് മെല്ലോൻ്റെ ഒക്കെ വൈറ്റ് കോമ്പൗണ്ടാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്രാൻഡിലൊക്കെ നമുക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. നമ്മുടെ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റൊക്കെ പല രീതിയിലെ ബ്രാൻഡുകൾ ഉണ്ട്. മോഡ്, അതുപോലെ മെല്ലോ, അതുപോലെ അങ്ങനെ പല ബ്രാൻഡ്സും ഉണ്ട്. നമുക്കിതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നവുമില്ല. ഇപ്പം നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കിനൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വൈറ്റ് കോമ്പൗണ്ട് വെച്ചിട്ടാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ. പറ്റുമെങ്കിൽ നിങ്ങൾ ബ്രാൻഡഡ് ആയിട്ടുള്ള നമ്മുടെ മൈദാസ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം എൻ്റെ കയ്യിൽ അത് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തൽക്കാലം ലൂസ് കാണിച്ച് തന്നേന്നുള്ളൂ. നമുക്ക് പാക്കറ്റ് മൈദാസ് തന്നെ പറ്റുമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മൾ നാട്ടിൽ ലോക്കലായിട്ട് നമുക്ക് കിട്ടുന്ന നമ്മുടെ പൊറോട്ട അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മൈദയാണ്. ഇത് യൂസ് ചെയ്യരുത്. ഞാൻ എപ്പോഴും ബ്രാൻഡഡ് ആയിട്ടുള്ള മൈദാസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ അത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടി നമ്മുടെ മൈദ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ.
പിന്നെ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീം എന്ന് പറയുന്നത്. പ്രിസ്റ്റിൻ്റെ വിപ്പ് ടോപ്പിംഗ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, പ്രിസ്റ്റിൻ്റെ നല്ല വിപ്പിംഗ് ക്രീമാണ് ഇത്. നമ്മൾ ബിഗിനേഴ്സിനൊക്കെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നല്ല രീതിയിൽ നമ്മുടെ ക്രീം സ്റ്റിഫായി കിട്ടാനും അതുപോലെ നല്ല രീതിയിൽ ഐസിങ് ചെയ്യാനും നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഐസിങ് ചെയ്യാനൊക്കെ നല്ല ഒരു ബ്രാൻഡാണ് പ്രിസ്റ്റിൻ എന്ന് പറയുന്നത്. മാർക്കറ്റിൽ പല ടൈപ്പ് ഓഫ് ക്രീംസൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് പറ്റുമെങ്കിൽ പ്രിസ്റ്റിൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പ്രിസ്റ്റിൻ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ക്രീമാണ് കേട്ടോ പ്രിസ്റ്റിൻ ക്രീം. അതുപോലെ ഇതാണ് നമ്മുടെ പൈപ്പിംഗ് ബാഗ് എന്ന് പറയുന്നത്. പൈപ്പിംഗ് ബാഗ് നമുക്കിതുപോലെ ലൂസായിട്ട് മേടിക്കാനായിട്ട് കിട്ടും. നമ്മുടെ നോസിൽസൊക്കെ ഇട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ലൂസായിട്ട് നമുക്ക് ഇത് റീയൂസബിൾ അല്ല കേട്ടോ. റീയൂസബിൾ ആയിട്ടുള്ളതും മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. സിലിക്കൺ ടൈപ്പ് ഓഫ് പൈപ്പിംഗ് ബാഗൊക്കെ നമുക്ക് ഇപ്പോൾ ഒന്ന് മാർക്കറ്റിൽ കിട്ടും. അപ്പം ഞാനെപ്പോഴും ഇതുപോലെ ലൂസായിട്ടാണ് മേടിച്ച് ചെയ്യാറുള്ളത്. കാരണം നമുക്കറിയാം നമ്മുടെ വിപ്പിംഗ് ക്രീം എന്നൊക്കെ പറയുന്ന ഒരു ഡയറി പ്രൊഡക്റ്റാണ്. അപ്പം നമുക്കതിൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരും. അപ്പം നമ്മൾ വിപ്പിംഗ് ക്രീം വീണ്ടും അത് റീയൂസ് ചെയ്യാനും നമുക്ക് ചിലപ്പോൾ അത് ഹോട്ട് വാട്ടറിലൊക്കെ നമ്മൾ ഡിപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് നമുക്കറിയാം, ഇത് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അതിൻ്റെ കെമിക്കൽസും റിയാക്ഷൻസൊക്കെ സംഭവിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള ലൂസായിട്ടുള്ള നമ്മുടെ പൈപ്പിംഗ് ബാഗ് നമുക്ക് കിട്ടിയാൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഓക്കെ. പിന്നെ ഇതാണ് എൻ്റെ കയ്യിലുള്ള ടേൺ ടേബിൾ. നമ്മൾ കേക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഐസിങ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സൈഡിൽ നമ്മൾ ഐസിങ് ചെയ്ത് നമുക്ക് ഓപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ടേൺ ടേബിൾ ഇതുപോലെ ഇങ്ങനെ തിരിച്ചു കൊടുത്ത് നമ്മൾ ഈ സൈഡ്സും ഇതുപോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് കണ്ടല്ലോ, നല്ല ടേൺ ടേബിൾ. ഞാനിപ്പോൾ ഏകദേശം 6 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന എൻ്റെ ടേൺ ടേബിളാണ്. കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ടേൺ ടേബിളാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. ഇതാണ് ടേൺ ടേബിളിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ ഇതാണ് എൻ്റെ കയ്യിലുള്ള ടേൺ ടേബിൾ. അപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്ക് കേക്കിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മളിന്ന് പറഞ്ഞു കഴിഞ്ഞു.